بفضل بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا، خاتم الأنبياء والمرسلين ورسول رب العالمين، معلم البشرية من لدن حكيم خبير، وعلى آله الطيبين الطاهرين، وعلى أصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا، إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين، واجعل لي لسان صدق في الآخرين، واجعلني من ورثة جنة النعيم. إلهي لا تعذبني فإني مقر بالذي قد كان مني. يظن الناس بي خيرا فإني لشر الخلق إن لم تعف عني. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് അവന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായവരിൽ നിന്ന് ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച പവിത്രമായ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതുപോലെ സ്വർഗീയ സുവനത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെയും നാമുമായി ബന്ധപ്പെട്ടവരുടെയും നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെയും അവരുടെയും ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരെയും ആഖിറത്തിൽ വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, ഒരിക്കൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, അഖ്ബിറൂനി യാ സഹാബ, സഹാബ നിങ്ങൾ എനിക്ക് അറിയിച്ചത്, ബിശജറത്തിൻ, നമുക്ക് ചുറ്റുമുള്ള ഒരു വൃക്ഷത്തെ സംബന്ധിച്ച് എനിക്ക് അറിയിച്ചത്, മസലുഹാ കമസലിൽ മുഅ്മിനി, മുഅ്മിനിനെ ഉപമിക്കാൻ കഴിയുന്ന ഒരു മരം നമുക്ക് ചുറ്റുമുണ്ട്. ആ മരം ഏതാണ് എന്ന് നിങ്ങൾ എന്നോട് പറ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുകയാണ് ഒരു ചോദ്യം. എന്താണ് ചോദ്യം? സഹാബത്തെ, നമുക്ക് ചുറ്റും ഒരു മരമുണ്ട്. ആ മരത്തെ നമുക്ക് മുഅ്മിനീങ്ങളുമായിട്ട്, വിശ്വാസിയുമായിട്ട് ഉപമിക്കാൻ കഴിയും. ആ മരം ഏതാണ് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അഖ്ബിറൂനി, എനിക്ക് നിങ്ങൾ അറിയിച്ചുതാ. ആ സദസ്സിൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. മഹാനവർകളാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്, പ്രായമായിട്ടില്ല, ചെറിയ കുട്ടിയാണ്. ആ സമയത്ത് തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഉത്തരം വന്നു. എന്താണ് ഉത്തരം? അന്നഖ്ല, ഈന്തപ്പന മരം എന്നതാണ്. ആരും മറുപടി പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹാബത്തെ, അത് അന്നഖ്ലത്തു, ഈന്തപ്പന മരമാണ്.
മുഅ്മിനിനോട് ഉപമിക്കാൻ കഴിയുന്ന മരം അത് നമുക്ക് ചുറ്റുമുള്ള ഈന്തപ്പന മരമാണ് എന്ന് ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു. തങ്ങളുടെ സവിധത്തിൽ നിന്നും പുറത്തിറങ്ങുന്ന സമയത്ത് ഉപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു നടന്നു നീങ്ങുമ്പോ ഉപ്പയോട് പറഞ്ഞു, ഉപ്പ, എനിക്കതിന്റെ ഉത്തരം അറിയാമായിരുന്നു. പിന്നെ വലിയ വലിയ ആളുകൾ, കാരണവന്മാർ ഇരിക്കുന്ന സദസ്സിൽ ഞാൻ എങ്ങനെയാണ് മറുപടി പറയുക? പറഞ്ഞാൽ മറ്റുള്ളവർക്കൊരു പ്രയാസമായേനെ എന്നോർത്തിട്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മോനെ, നീ അത് പറയുകയായിരുന്നുവെങ്കിൽ എനിക്കത് വലിയൊരു വിലയായിരുന്നേനെ, നല്ലൊരു സ്ഥാനം സദസ്സിൽ എനിക്ക് ഉണ്ടായേനെ, നീ എനിക്ക് പറയാമായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ബഹുമാനികളെ, ഹദീസ് ആമുഖമായി നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത് എന്തിനാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മുഅ്മിനിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യം എന്താണ്? ഈന്തപ്പന മരത്തിനോടെയാണ് ഉപമപ്പെടുത്തിയത് മുഅ്മിനിനെ. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഉപമപ്പെടുത്തുന്നത്? ഈന്തപ്പന മരം എന്നുള്ളത് എല്ലാ നിലയിലും മനുഷ്യന് ഉപകാരമുള്ള ഒരു മരമാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ശരീഫ് ഈന്തപ്പന മരത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്, എല്ലാ സീസണിലും അതിന്റെ ഫലം ലഭിച്ചുകൊണ്ടിരിക്കും. മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. മറ്റുള്ളവർക്ക് എപ്പോഴും എല്ലാ സമയത്തും ഉപകാരമുണ്ടായിക്കൊണ്ടേയിരിക്കും. ആരെ കൊണ്ട്? മുഅ്മിനിനെ കൊണ്ട്. മുഅ്മിനിനെ കൊണ്ട് മറ്റുള്ളവർക്ക് എപ്പോഴും ഉപകാരമേ ഉണ്ടായിക്കൊണ്ടിരിക്കുകയുള്ളൂ. നമ്മെ കൊണ്ട് മറ്റുള്ളവരുടെ അവസ്ഥ എങ്ങനെയെന്ന് നാം ഒന്ന് വിലയിരുത്തുക. മറ്റുള്ളവർക്ക് എപ്പോഴും നാം ഒരു തലവേദനയാണ്, അല്ലെ? മുഅ്മിനിനെ കൊണ്ടോ എപ്പോഴും ഉപകാരമേ ഉണ്ടായിക്കൊണ്ടിരിക്കുകയുള്ളൂ. അതാണ് നഖ്ലത്തിനോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനിനെ ഉപമിച്ചത്. ബഹുമാനികളെ, കഴിഞ്ഞ ആഴ്ചയിൽ നാം പറഞ്ഞ വിഷയം എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഹുസ്നുൽ മുആമലത്ത്, നല്ല ഇടപെടൽ, എല്ലാവരുമായിട്ട് നല്ല ഇടപെടൽ. അത് അംബിയ മുർസലുകളുടെ സുന്നത്താണ്, ചര്യയാണ്. ഓരോ മുഅ്മിനിനും ഉണ്ടായിരിക്കേണ്ട സവിശേഷമായ ഗുണമാണ് എല്ലാവരോടും നല്ല നിലയിൽ ഇടപെടുക എന്നുള്ളത്. മുഅ്മിനിൽ നിന്നും എല്ലാവർക്കും ഉപകാരമേ ഉണ്ടാവുകയുള്ളൂ. സംസാരത്തിലും സമീപനത്തിലും എല്ലാ നിലയിലും എല്ലാവർക്കും ഉപകാരമേ ഉണ്ടാകാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ലില്ലാഹി ഇബാദാ, ഇന്ന ലില്ലാഹി ഇബാദാ, തീർച്ചയായും അല്ലാഹുവിന് കുറെ അടിമകളുണ്ട് കേട്ടോ. ഇന്ന ലില്ലാഹി ഇബാദാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കുറെ അടിമകളുണ്ട്. ഖുലിഖഹും ലിഹവായിജിൻ നാസ്, അവരെ സൃഷ്ടിച്ചേക്കുന്നത് തന്നെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതിന് വേണ്ടിയാണ് അവരെ സൃഷ്ടിച്ചേക്കുന്നത്. ചില ആളുകൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. അവർ ഫർളായ നിസ്കാരങ്ങൾക്ക് ശേഷം പൊതുജന സേവനത്തിലായിരിക്കും അവരുടെ ശ്രദ്ധ. ഇവർക്കൊന്നും വേറെ പണിയില്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ആഖിറത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ അമലുകൾ ചെയ്യണ്ടേ എന്ന് വിമർശിക്കുന്നവരുണ്ട്. എന്നാൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന ലില്ലാഹി ഇബാദാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കുറെ അടിമകളുണ്ട്. ഖുലിഖഹും, അവരെ സൃഷ്ടിച്ചേക്കുന്നത് തന്നെ ലിഹവായിജിൻ നാസ്, ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിന് വേണ്ടിയാണ്, പൊതുപ്രവർത്തനത്തിന് വേണ്ടിയാണ് അവരെ സൃഷ്ടിച്ചേക്കുന്നത് തന്നെ. അവർക്കുള്ള നേട്ടം എന്താണെന്നറിയുമോ? ഉലൈക ഹുമുൽ ആമിനൂന മിൻ അദാബില്ലാഹ്, അവർ അല്ലാഹുവിന്റെ അദാബിനെ തൊട്ട് നിർഭയത്വമുള്ളവരായിരിക്കും ഖിയാമത്ത് നാളിൽ. പൊതുജന സേവനത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പൊതുജന സേവനം ചെയ്യുന്ന ഒരാളും നിരാശപ്പെടേണ്ടി വരില്ല. എന്തുകൊണ്ട്? നാളെ അള്ളാഹുവിന്റെ സവിധത്തിൽ ചെല്ലുമ്പോ ഉലൈക ഹുമുൽ ആമിനൂന മിൻ അദാബില്ലാഹ്, അള്ളാഹുവിന്റെ അദാബിനെ തൊട്ട് അവർ നിർഭയത്വമുള്ളവരായിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ബഹുമാനികളെ, ഇലക്ഷൻ വരുന്നു. രാഷ്ട്രീയ രംഗങ്ങളിലേക്ക് ഈ സമുദായം ശ്രദ്ധ പതിക്കേണ്ട സാഹചര്യം വളരെ
വളരെയധികം നിർബന്ധമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് രാഷ്ട്രീയം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് മാറി നിൽക്കലല്ല. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഉപകാരമുണ്ടാക്കുന്ന രീതിയിലുള്ളതായ പ്രവർത്തനങ്ങൾ അനുപേക്ഷണീയമാണ്. അതിന് പറ്റുന്നതായ നേതാക്കളെ തെരഞ്ഞെടുക്കുക എന്നതും വളരെയധികം പ്രധാനമായ വിഷയമാണ് എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഉണർത്തുകയാണ്. എന്താണെങ്കിലും നമ്മുടെ വിഷയം എന്താണ്? അംബിയ മുർസലുകളുടെ ചര്യ, സുന്നത്ത്. അതെന്താ? മറ്റുള്ളവരോട് നല്ല നിലയിൽ ഇടപെടുക എന്നുള്ളത്, എല്ലാവരോടും നല്ല നിലയിൽ ഇടപെടുക എന്നുള്ളതാണ്. ബഹുമാനികളെ, ഇന്നത്തെ അവസ്ഥ ഇന്നെന്താ? സമൂഹത്തിലുള്ളവരോട് നല്ല നിലയിൽ ഇടപെടുക എന്നത് പോയിട്ട് കുടുംബത്തോട് പോലും നല്ല നിലയിൽ ഇടപെടാൻ നമുക്ക് കഴിയുന്നില്ല. കുടുംബത്തോട് നല്ല നിലയിൽ ഇടപെടണമെന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളവരോട് പോലും നല്ല നിലയിൽ ഇടപെടാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. സാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, സൂറത്തുൽ ലുഖ്മാനിലെ 15-ാമത്തെ വചനമാണ്. സാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, ദുനിയാവില് നിങ്ങൾ അവർ രണ്ടുപേരോടും നല്ല നിലയിൽ ഇടപെടണം കേട്ടോ. വിശുദ്ധ ഖുർആൻ ശരീഫിന്റെ കൽപ്പനയാണ്. ആരോട്? രണ്ടുപേരോടാണ് ഈ പറയുന്നത്? മാതാപിതാക്കളോട്. മാതാപിതാക്കളോട് പ്രത്യേകമായ കൽപ്പനയാണ്. ബഹുമാനികളെ, നമ്മൾ നിസ്കാരാദി കർമ്മങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുമ്പോ ഉമ്മയെയും ഉപ്പയെയും വിഷമിപ്പിച്ചുകൊണ്ടാണ് എങ്കിൽ അത് വൃഥാവിലാകും എന്ന കാര്യം നാം മറക്കാതിരിക്കുക. നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ തള്ളപ്പെടുമെന്ന കാര്യം നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ് സാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. ഈ ആയത്ത് സൂറത്തുൽ ലുഖ്മാനിലെ 15-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് തന്നെ കാഫിറുകളായ ഉമ്മയോടും ഉപ്പയോടും ആണ്. വിശ്വസിച്ചിട്ടില്ല, ഉമ്മയും ഉപ്പയാണ്. എന്നാൽ പോലും സാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, നല്ല നിലയിൽ ഇടപെടണമെന്നതാണ്. ഒരു സഹാബി വന്നുകൊണ്ട് ചോദിച്ചത്, ഹദീസ് നമുക്ക് എല്ലാവർക്കും കാണാപ്പാടമാണ്. മൻ അഹഖുന്നാസി ബിസുഹബത്തി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, ദുനിയാവിൽ ഞാൻ എന്റെ ഇടപാട് ഏറ്റവും നല്ല നിലയിൽ ഞാൻ സഹവസിക്കേണ്ടത്, ഇടപെടേണ്ടത് ആരോടാണ് നബിയെ? ഇത് തങ്ങൾ പറഞ്ഞത് എന്താ? നിന്റെ നേതാവിനോടെന്നാണോ? നിന്റെ രാഷ്ട്രീയ നേതാവിനോടോ സംഘടനാ നേതാവിനോടെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു നേതാവിനോട് ഒന്നുമല്ല. നബി തങ്ങൾ പറഞ്ഞത് ഉമ്മുക്ക. അവിടെ നിന്ന് നമ്മൾ തുടങ്ങണം ബഹുമാനികൾ. നമ്മുടെ നല്ല ഇടപെടൽ തുടങ്ങേണ്ടത് സമൂഹത്തിൽ നിന്നല്ല. സമൂഹത്തിൽ നമ്മൾ വലിയ മാന്യന്മാരും വലിയ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ആയിരിക്കും. ഉമ്മയോടും ഉപ്പയോടും എങ്ങനെ? ഒന്നാമതായി നാം പഠിക്കേണ്ടത് അതാണ്. വിശുദ്ധ ഖുർആൻ ശരീഫിന് കൃത്യമായ കൽപ്പനയാണ് സാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞത് ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. രണ്ടാമത് ചോദിച്ചു സുമ്മമൻ, അടുത്തതാരോടാ? അപ്പോഴും തങ്ങൾ പറഞ്ഞത് എന്താ? ഉമ്മുക്ക എന്ന് തന്നെ പറഞ്ഞത്. നിന്റെ ഉമ്മയാണ് രണ്ടാമതും നിന്റെ നല്ല സ്വഹബത്തിന് അർഹത എന്നാണ്. മൂന്നാമത് മാറ്റി പറഞ്ഞോ? പറഞ്ഞില്ല. ഉമ്മുക്ക, നിന്റെ ഉമ്മ എന്ന് തന്നെയാ പറഞ്ഞത്. നാലാമത് ചോദിച്ചു, ആരാണ് നബിയെ? ഇനി ആരോടാണ് ഞാൻ നല്ല നിലയിൽ സഹവസിക്കേണ്ടത്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അബൂക്ക, നിന്റെ ഉപ്പയോട്. അപ്പൊ ഉമ്മനെ ഉപ്പയെയും ആദ്യം നാം പരിഗണിക്കണം. ആദ്യ സ്ഥാനം ഉമ്മാക്ക് 3 സ്ഥാനം നൽകിയിട്ടുണ്ട്. അതിനുള്ള കാരണം എന്താണെന്നറിയോ? നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടേക്കുന്നത് നമ്മുടെ ഉമ്മയോടാണ്. അതിന് പണ്ഡിതന്മാർ പറയുന്നത് 3 കാര്യങ്ങൾ, ഉപ്പയിൽ ഇല്ലാത്ത 3 കാര്യങ്ങൾ ഉമ്മയിലുണ്ട് എന്നുള്ളതാണ്. ഗർഭം ധരിച്ചത് 10 മാസം തള്ളയ. ഒന്നാമത്തത്, ഗർഭം ധരിച്ചത് 10 മാസം തള്ളയ. പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. പാലും കൊടുത്തു വളർത്തലും അവളാണ്. ഈ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ഈ 3 കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ 3 സ്ഥാനവും ഉമ്മാക്ക് കൊടുത്തത്. ബഹുമാനികളെ, എല്ലാവരോടും നാം നല്ല നിലയിൽ ഇടപെടണം എന്ന് പഠിക്കുമ്പോ
ആദ്യമായി നാം പഠിക്കേണ്ടത് ഉമ്മയോടും ഉപ്പയോടും നല്ല നിലയിൽ തന്നെയായിരിക്കണം വർത്തിക്കേണ്ടത്. അല്ലാഹു തആല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ബർസഖ് അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ബഹുമാനികളെ, അവരെ കുറിച്ച് പറയുമ്പോൾ ഒരു ദുആ അവർക്ക് വേണ്ടി പോകണമല്ലോ, അതുകൊണ്ട് ദുആ എന്നതാണ്. രണ്ടാമതായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് എന്താ? രണ്ടാമതായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇണകളോടും സന്താനങ്ങളോടുമാണ്. എല്ലാവരോടും നല്ല നിലയിൽ തന്നെ ഇടപെടുന്നത്. അലക്കിത്തേച്ച വെള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. എല്ലാവരോടും നല്ല നിലയിലാണ് ഇടപെടുന്നത്. പക്ഷേ വീട്ടിലേക്ക് ചെന്നാൽ ഭാര്യയും മക്കളും ഏതെങ്കിലും ഒരു മൂലയിലേക്ക് ഒതുങ്ങും. എന്തേ? പേടിച്ചിട്ട്, ഭയന്നിട്ട്. മക്കൾക്ക് പേടി, ഭാര്യക്ക് പേടി. അങ്ങനെയാണ് എങ്കിൽ ബഹുമാനികളെ, നല്ല ഒരു മനുഷ്യനെന്ന് നമ്മെ വിലയിരുത്താൻ കഴിയില്ല. എന്തുകൊണ്ട്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമനായ ആളാരാണെന്നറിയോ? അയൽവാസികളോട് നല്ല നിലയിൽ ഇടപെടുന്നവൻ എന്നല്ല, സമൂഹത്തിനോട് നല്ല നിലയിൽ ഇടപെടുന്നവൻ എന്നല്ല, ഖൈറുക്കും ലി അഹ്ലിഹി, തന്റെ കുടുംബത്തിനോട് നല്ല നിലയിൽ ഇടപെടുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അന ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ ഞാനാണ് എന്റെ കുടുംബത്തോട് ഏറ്റവും നല്ല നിലയിൽ ഇടപെടുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നമുക്കിടയില് നിങ്ങളില് ഞാനാണ് എന്റെ കുടുംബത്തോട് ഏറ്റവും നല്ല നിലയിൽ ഇടപെടുന്നതെന്ന് തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോ നല്ല ഒരു വ്യക്തി എന്നത്, സമൂഹത്തിൽ നല്ല ഒരു വ്യക്തി എന്നത് തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? ഉമ്മയും ഉപ്പയും ഭാര്യയും സന്താനങ്ങളിൽ നിന്നുമാണ് നല്ല ഒരു വ്യക്തിത്വത്തിന്റെ സ്വഭാവ മഹിമ തുടങ്ങേണ്ടത് അവിടെ നിന്നാണെന്ന് നമുക്ക് നേതാവ് തന്നെ പഠിപ്പിച്ചു തരികയാണ്. എല്ലാ നിലയിലും അങ്ങനെ ആയിരുന്നു കുടുംബാന്തരീക്ഷം. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമൊത്തുള്ളതായ ആ വൈവാഹിക ജീവിതത്തിന്റെ രസകരമായ ഒരു സംഭവം മഹദി അവറുകൾ വിവരിക്കുന്നുണ്ട്. ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ചെറിയ ഭക്ഷണം തയ്യാറാക്കി. സൗദാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലാണ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉള്ളത്. ഞാൻ ഭക്ഷണവുമായിട്ട് തങ്ങളുടെ വീട്ടിൽ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെയും സൗദയുടെയും ഇടയിൽ ഇരുന്നു. എന്റെയും സൗദയുടെയും ഇടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്നത്. റളിയല്ലാഹു അൻഹുമാ, തങ്ങൾ ഇരിക്കുകയാണ്. ആ സമയത്ത് ആയിഷ ബീവി പറയുന്നു, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തു. സൗദാ ബീവിയോട് പറഞ്ഞു, കുലി, ഭക്ഷണം കഴിക്ക്, ഞാൻ ഉണ്ടാക്കിയതാണ്, നീ കഴിച്ചു നോക്കെന്ന് പറഞ്ഞു. അപ്പോ കഴിച്ചില്ല, വിസമ്മതിച്ചു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ചെറിയൊരു കുറുമ്പായിരിക്കും, കുശുമ്പായിരിക്കും, എന്താണെങ്കിലും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നടുവിലുണ്ട്. ആയിഷ ബീവി പറഞ്ഞു, ഇത് കഴിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ മുഖത്തേക്ക് ഞാൻ തേക്കൂന്ന് പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരൽപ്പം അതിൽ നിന്നെടുത്ത് സൗദാ ബീവിയുടെ മുഖത്തേക്ക് തേച്ചു. രണ്ടുപേരുടെയും ഇടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്നത്. ആയിഷ ബീവിക്ക് എഴുന്നേറ്റ് പോകാൻ പാകത്തിന് നബിതങ്ങൾ കാലൊന്ന് അകത്തി വെച്ചു കൊടുത്തു, കാലൊന്ന് പൊക്കി വെച്ചു കൊടുത്തു. ആയിഷ ബീവി സൗദാ ബീവിയുടെ മുഖത്തേക്ക് തേച്ചു. സൗദാ ബീവി തിരിച്ചും മുഖത്തേക്ക് തേച്ചു. അപ്പോ ഇത് കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിക്കുകയാണ്. രണ്ടുപേരെയും വഴക്ക് പറയുകയല്ല, ഇത് രണ്ടുപേരുടെയും ഈ കുറുമ്പ് കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിക്കുകയാണ്. അപ്പോഴാണ് പുറത്തുനിന്നൊരു ശബ്ദം, അബ്ദുല്ലാഹ് അബ്ദുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇങ്ങനെ വിളിച്ച് തന്റെ മകൻ അന്വേഷിച്ചു പോകുന്നു. ആരാണ് അബ്ദുല്ലാഹയുടെ ഉപ്പ? ഉമർ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ആണല്ലോ മകൻ. അവരുടെ ഉപ്പയാണ് ഉമർ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് എന്ന് പറയുന്ന മകനെ അന്വേഷിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു വരുന്നുണ്ട്. അബ്ദുല്ലാഹ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പൊ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൂമാ അഗ്സിലാ വുജൂഹകുമാ, പെട്ടെന്ന് എഴുന്നേറ്റോ, പെട്ടെന്ന് തന്നെ മുഖം കഴുകിക്കോ. ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പുള്ള സംഭവമാണ്. ഹിജാബ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് മറയിൽ ഇരിക്കണമെന്ന കൽപ്പന വരുന്നതിന് മുമ്പുള്ള സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറെങ്ങാനും അകത്തേക്ക് കയറിയാൽ സ്വഭാവം മാറും, അവന്റെ സ്വഭാവം മാറും, അതുകൊണ്ട് പെട്ടെന്ന് പോയി മുഖം കഴുകിക്കോളാൻ പറഞ്ഞു. ബഹുമാനികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സ്വഭാവ രീതി, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വഭാവ രീതി മറ്റൊരു രീതിയാണ്. പെട്ടെന്ന് എന്ത് ചെയ്യും? തങ്ങളുടെ മുമ്പിൽ കിടന്നുകൊണ്ട് അനാദരവ് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാൽ ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രതികരിക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതിച്ചു കൊടുത്ത കാര്യമാണെങ്കിൽ പോലും ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രതികരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഉമറിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, പെട്ടെന്ന് പോയി മുഖം കഴുകിക്കൊള്ളാൻ പറഞ്ഞു. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ടാണ് ആയിഷ ബി റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, എനിക്ക് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു വല്ലാത്ത ആദരവോടുകൂടിയുള്ള ബഹുമാനമാണ്, ഒരു ഭയമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോടുള്ളതെന്ന് ആയിഷ ബി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. എന്ത്, എനിക്ക് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോടുള്ള സ്വഭാവ രീതി എങ്ങനെയാണ്? എനിക്ക് ആദരവോടുകൂടിയുള്ള ഭയമാണ്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അങ്ങനെയായിരുന്നു. ഉമറിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ചില രീതിയിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു എന്ന് ആയിഷ ബി റളിയല്ലാഹു തആല പറയുന്നത്. എന്തിനാണ് ഈ സംഭവം കൊണ്ടുവന്നത്? ബഹുമാനികളെ, കുടുംബത്തിൽ കുടുംബനാഥനായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ രീതി എങ്ങനെയായിരുന്നു എന്ന് പഠിക്കാൻ വേണ്ടി. നമ്മൾ എല്ലാവർക്കും ഉത്തമരാണ്. എല്ലാവരുടെ മുമ്പിൽ നമ്മൾ പുഞ്ചിരിക്കുന്ന സ്വഭാവവും പുഞ്ചിരിക്കുന്ന രീതിയും ശൈലിയുമാണ്. എന്നാൽ കുടുംബത്തിലേക്ക് വന്നാൽ എന്തോ കടിച്ചു കീറാൻ വരുന്ന ചീറ്റപ്പുലിയെ പോലെയാണ് നാം കുടുംബത്തിലേക്ക് വരുന്നത്. ചിലരെ വളരെയധികം അഭിമാനത്തോടുകൂടെയാണെന്ന് ധരിച്ചുകൊണ്ട് പറയാറുണ്ട്, ഞാൻ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ നിശബ്ദതയാണ്, അവിടെ ആരും മുണ്ടാറില്ല എന്ന്. അത് വലിയൊരു സ്റ്റാറ്റസിന്റെ സിമ്പലായിട്ട് പറയുകയാണ്. ബഹുമാനികളെ, അതല്ല. ഖൈറുക്കും ലി അഹ്ലിഹി, കുടുംബത്തോട് നല്ല നിലയിൽ ഇടപെടുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. കുടുംബത്തോടൊന്നും മാത്രമല്ല, കൂടപ്പിറപ്പുകളോടും നല്ല നിലയിൽ ഇടപെടുമ്പോഴാണ് ബഹുമാനികളെ നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുന്നത്, നല്ല ഒരു മനുഷ്യനായിട്ട് നമ്മൾ മാറുന്നത്. അംബിയാ മുർസലുകളുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്നത് കൂടപ്പിറപ്പുകളോടും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുനൈൻ യുദ്ധം കഴിഞ്ഞുകൊണ്ട് ജഅറാനയിൽ എത്തിയ സന്ദർഭം. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് കുറെ തടവ് പുള്ളികളെയൊക്കെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ജഅറാനയിൽ എത്തിയതായ സാഹചര്യം. ജഅറാന എന്ന് പറയുന്നത് ഉംറക്ക് പോകുമ്പോ ഉംറ നിർവഹിക്കാൻ വേണ്ടിയുള്ള ഒരു മീഖാത്താണ് ജഅറാന എന്ന് പറയുന്നത്. ത്വായിഫിന്റെയും മക്കയുടെയും ഇടയിലുള്ള സ്ഥലമാണ് ജഅറാന. അല്ലാഹു തആല പല ആവർത്തി അവിടെ എത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജഅറാനയിൽ എത്തിയപ്പോ സഹാബികൾക്കിടയിൽ നിന്നും ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് ഇങ്ങനെ ധൃതി പിടിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയാണ്. ബന്ദിയാക്കപ്പെട്ടതായ ആളുകൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഈ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. സഹാബത്തിനോട് പറയുന്നു, എനിക്ക് എന്റെ സഹോദരനെ ഒന്ന് കാണണം. അപ്പൊ സഹാബത്ത് പറഞ്ഞു, നിന്റെ പേരെന്താ? സഹാബത്ത് ചോദിച്ചു, നിന്റെ പേരെന്താ? എന്റെ പേര് ഷൈമ. ഷൈമ എന്ന് പറയുന്ന ഒരു സഹോദരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇല്ലല്ലോ, അതുകൊണ്ട് നിനക്ക് ഇപ്പോ നബി തങ്ങളുടെ അടുക്കലേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഇവർ പറഞ്ഞു, എനിക്ക് നിർബന്ധമായിട്ട് കാണണം, എന്റെ സഹോദരൻ എനിക്ക് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ സഹാബത്ത് പറഞ്ഞു, ഷൈമ എന്ന് പറയുന്ന ഒരു സഹോദരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇല്ല, അങ്ങനെ ഒരു സഹോദരി ഇല്ലതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. നിർബന്ധം പിടിച്ചപ്പോ ഒരു സഹാബി വന്നുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞു, തങ്ങളെ, ഷൈമ എന്ന് പറയുന്ന ഒരു പെണ്ണ് അങ്ങയുടെ സഹോദരിയാണ് എന്നും അങ്ങയെ കാണണമെന്നും പറയുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു സഹോദരിയില്ല, ഏതായാലും അവരെ ഇങ്ങോട്ട് വിളിക്കൂ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഈ പെണ്ണ് വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഇരുന്നു. നബി തങ്ങളെക്കാളും 10 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ്. നബി തങ്ങളെക്കാളും 10 വയസ്സ് കൂടുതലുള്ള ഒരു സ്ത്രീയാണ് ഷൈമ എന്ന് പറയുന്ന സ്ത്രീ. ചോദിച്ചു, ഷൈമ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ സഹോദര. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നീ എന്നെ എന്ത് അടിസ്ഥാനത്തിലാ സഹോദരൻ എന്ന് വിളിക്കുന്നത്? എനിക്ക് ഷൈമ എന്ന് പറയുന്ന ഒരു സഹോദരി ഇല്ലല്ലോ. അപ്പോ ഈ പെണ്ണ് പറയുകയാണ്, ഓർമ്മയുണ്ടോ? നിനക്ക് ഓർമ്മയില്ലായിരിക്കാം, ഹലീമത്തു സഅദിയ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നിന്നെ പാല് കുടിക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോ 12 വയസ്സുള്ള ഒരു ഇത്താത്ത അവിടെ ഉണ്ടായിരുന്നു. ആ ഇത്താത്തയാണ് ഞാൻ, ഷൈമ എന്ന് പറയുന്ന ഇത്താത്തയാണ് ഞാൻ. അപ്പൊ പറഞ്ഞു, എന്താണ് തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. തോളിന്റെ ഭാഗത്ത് ആന കളിച്ച സമയത്ത് അന്ന് നീ പല്ലുകൾ കൊണ്ട് എന്നെ കടിച്ചില്ലേ, ആ പാട് ഇപ്പോഴും ഉണ്ട് എന്ന് ഷൈമ റളിയല്ലാഹു അൻഹ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നീട് മുസ്ലിമായി. മക്കം ഫതഹിന് ശേഷം അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലായി, ആരാണ് തന്റെ മുമ്പിലുള്ളത്? ഹലീമത്തു സഅദിയ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ തനിക്ക് പാല് കൊടുക്കുന്നതിന് വേണ്ടി ഹലീമ റളിയല്ലാഹു തആല അൻഹ കൊണ്ടുപോകുമ്പോ
വീടിന്റെ മുറ്റത്ത് കൊച്ചു അനുജനെയും കാത്തിരിക്കുന്ന ഒരു പെങ്ങൾ ഷൈമ എന്ന് പറയുന്നതായ പെങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഓർമ്മ വന്നു. അപ്പൊ തന്നെ വിരിപ്പ് വിരിക്കുകയാണ്. തങ്ങളുടെ തോളിൽ കിടന്നതായ വിരിപ്പ് വിരിച്ചു കൊടുത്തിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു തന്റെ സഹോദരിയോട്. ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തു. നല്ല സന്തോഷമുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടെ തിരിച്ചയക്കുകയാണ് ഉണ്ടായത് ഷൈമ എന്ന് പറയുന്നതായ സഹോദരി. ബഹുമാനികളെ, സഹോദരങ്ങൾ തമ്മിലുള്ളതായ ബന്ധം ഇന്ന് എങ്ങനെയാണ്? സഹോദരങ്ങളും സഹോദരിമാരും തമ്മിലുള്ളതായ ബന്ധങ്ങൾ അറ്റുപോകുന്ന സാഹചര്യത്തിലല്ലേ നമ്മളുള്ളത്? നമുക്കെല്ലാവരോടും സ്നേഹമാണ്. പൊതുപ്രവർത്തനം എല്ലാം നമ്മൾക്ക് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. സ്വന്തം വീട്ടിൽ രക്തത്തിൽ പിറന്നതായ സഹോദരങ്ങളോടും സഹോദരിമാരോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ്? നമ്മുടെ ഇടപെടൽ എങ്ങനെയാണ്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടങ്ങുന്നതായ പ്രവാചകന്മാരുടെ ചര്യ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും മനസ്സിലാക്കേണ്ടത് മനുഷ്യരോട് നല്ല നിലയിൽ ഇടപെടാൻ ശ്രമിക്കണം. ആദ്യമായി തുടങ്ങേണ്ടത് തന്റെ മാതാപിതാക്കളിൽ നിന്ന്, ഭാര്യ സന്താനങ്ങളിൽ നിന്ന്, കൂട്ടുകുടുംബാദികളിൽ നിന്ന് ആയിരിക്കണം നല്ല നിലയിലുള്ളതായ ഇടപെടൽ തുടങ്ങേണ്ടത്. ബഹുമാനികളെ, നമുക്ക് സൃഷ്ടാവിനോടുള്ളതായ ബാധ്യത പോലെ തന്നെയാണ് സൃഷ്ടികളോടുമുള്ളതായ ബാധ്യത. സൃഷ്ടാവിനോട് നമുക്ക് ബാധ്യതകളുണ്ട്. ഫർളായ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നാം ശ്രദ്ധിക്കേണ്ടതാണ് സൃഷ്ടികളോടുള്ളതായ ബാധ്യതയും അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ. വളരെയധികം ശ്രദ്ധയോടുകൂടെയല്ലേ സഹാബത്ത് അതിനെ ശ്രദ്ധിച്ചത്? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, രണ്ടുപേരുടെയും സംഭവം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഒരിക്കൽ അവരുടെ പൊന്നുമക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവർക്ക് പനി വന്നു. പനി വന്നപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നേർച്ചയാക്കി, പൊന്നുമക്കളുടെ പനി മാറുമ്പോ 3 നോമ്പ് ഞാൻ അള്ളാഹുവിന് വേണ്ടി അനുഷ്ഠിച്ചു കൊള്ളാമെന്ന് നേർച്ചയാക്കി. ഇതറിഞ്ഞപ്പോ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നീ നേർച്ചയാക്കിയോ? എന്നാ പിന്നെ ഞാനും നിന്റെ കൂടെ നോമ്പ് അനുഷ്ഠിക്കാമെന്ന് നേർച്ചയാക്കുകയാണ്. മക്കളുടെ പനി മാറിയപ്പോൾ ഇവർ നേർച്ച വിടാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, നമ്മൾ നേർച്ചയാക്കിയതല്ലേ, നമുക്ക് നേർച്ച വിടാമെന്ന് പറഞ്ഞു. നാളെ നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാമെന്ന് പറഞ്ഞു. അപ്പോ രണ്ടുപേരും നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി തയ്യാറായപ്പോ അസുഖം മാറിയ മക്കൾ അവരും പറഞ്ഞു, എന്നാ പിന്നെ ഞങ്ങൾക്ക് നോമ്പെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മാതാപിതാക്കളോടൊപ്പം ഈ മക്കളും നോമ്പെടുക്കുകയാണ്. ഒന്നാമത്തെ നോമ്പെടുത്തു. നോമ്പ് തുറക്കുന്ന സമയമായപ്പോ ഒരൽപ്പം ഭക്ഷണം മാത്രമുള്ളൂ. ആ സമയത്ത് നോമ്പ് തുറക്കുന്നതിനുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറായപ്പോഴാണ് പുറത്ത് വാതിൽ നിന്നും ഒരു മുട്ട്. ചെന്ന് നോക്കുമ്പോ സാധുവായ ഒരു മനുഷ്യനാണ് വാതിൽക്കൽ നിൽക്കുന്നത്. അലി റളിയല്ലാഹു തആല ഫാത്തിമ ബീവിയോട് ചോദിച്ചു, എന്താ നാം ചെയ്യുക? ഇതാ നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു സാധുവായ മനുഷ്യൻ വന്ന് നിൽക്കുകയാണ്. ആ സഹധർമ്മിണി പറഞ്ഞത്, നമുക്ക് ഇന്ന് ക്ഷമിക്കാം എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം അവർക്ക് കൊടുത്തു. ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമേ ഉള്ളൂ. ആർക്ക്? 4 പേർക്കും കൂടി. അലി റളിയല്ലാഹു അൻഹുവിനും ഫാത്തിമ ബീവിക്കും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ ഒരാൾക്ക് കഴിക്കേണ്ട ഭക്ഷണമേ ഉള്ളൂ. മിസ്കിരിന് എടുത്തു കൊടുത്തു. രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ നോമ്പ് അനുഷ്ഠിച്ചു. അപ്പോ മക്കളോട് പറഞ്ഞു, ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, ഇന്ന് നിങ്ങൾ നോമ്പെടുക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ അത്താഴ സമയമായപ്പോൾ വെള്ളവും കാരക്കയും കഴിക്കുന്നതിന് വേണ്ടി മക്കളും എഴുന്നേറ്റു, പറഞ്ഞു ഞങ്ങൾക്ക് നോമ്പെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ദിവസവും നോമ്പെടുത്തു. നോമ്പ് മുറിക്കുന്ന സമയത്ത് ഒരു അനാഥന്റെ ശബ്ദം അവിടെ നിന്ന് കേട്ടു. അനാഥന് അവർ ഭക്ഷണം കൊടുത്തു. മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ നോമ്പ് നേർച്ച വീടാൻ വേണ്ടി അവർ എഴുന്നേറ്റു. മക്കൾ എഴുന്നേക്കാതെ വളരെയധികം ശ്രദ്ധയോടുകൂടെയാണ് അവർ എഴുന്നേറ്റത്. പക്ഷേ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ എഴുന്നേറ്റു. അവരങ്ങനെ മൂന്നാമത്തെ ദിവസം എല്ലാവരും, ആ കുടുംബം മുഴുവനും നോമ്പ് അനുഷ്ഠിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസവും ഭക്ഷണം കഴിച്ചിട്ടില്ല. മൂന്നാമത്തെ ദിവസം ജയിൽ മോചിതനായ ഒരാൾ വന്നുകൊണ്ട് വാതിലിൽ മുട്ടി. അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഓ അലിയാരി തങ്ങളെ, സത്യത്തിന് വേണ്ടി നിലകൊണ്ടതുകൊണ്ട് കാഫിറുകളായ ആളുകൾ എന്നെ ജയിലിൽ അടച്ചിരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് ഏറെ നാളായി, എനിക്ക് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞപ്പോ ആ കുടുംബം അവരുടെ വിശപ്പ് മറന്നുകൊണ്ട് ജയിൽ മോചിതനായി വന്ന സത്യത്തിന് വേണ്ടി നിലകൊണ്ടതായ മനുഷ്യന് വേണ്ടി ഭക്ഷണം മാറ്റിവെച്ചു. ബഹുമാനികളെ, 3 ദിവസവും ഭക്ഷണം കഴിക്കാതിരുന്ന അവർ 4ാമത്തെ ദിവസം അലി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പ്രയാസപ്പെട്ടു കൊണ്ടുപോയി. 4ാമത്തെ ദിവസമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ കാണുന്നില്ല. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പോ സഹാബത്തിന് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇരിക്കുമ്പോ തന്റെ പേരമക്കൾ ഓടി വരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആൺമക്കളെല്ലാം വഫാത്തായിട്ട് ആൺമക്കളുടെ സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ലാളിക്കുന്നവരാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. അവരെ കാണാതെ ആയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ചു, എവിടെയാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ? നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അലി റളിയല്ലാഹു തആല വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. വിധങ്ങള് പൊന്നോമന പുത്രി ഫാത്തിമ ബീവിയുടെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുകയാണ്, എന്താണ് വിശേഷം എന്നറിയാൻ. സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോ മരുമകൻ അലി റളിയല്ലാഹു അൻഹു പെട്ടെന്ന് പോവുകയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ തീരെ വരാതിരിക്കുകയും ചെയ്തപ്പോ എന്താണ് അവിടുത്തെ പ്രശ്നമെന്നറിയുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. വീടിന്റെ വാതിലിൽ മുട്ടി. വാതിൽ തുറക്കാൻ പോലും കഴിയാതെ ഫാത്തിമ ബീവി എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു പായിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. വാതിൽ തള്ളി തുറന്നു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് നോക്കുമ്പോ ഫാത്തിമ ബീവി ചുരുണ്ട് കിടക്കുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയും ഓരത്തുണ്ട്. ആ സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സങ്കടമായി. എന്താണ് എന്റെ പൊന്നുമോൾക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോ ബഹുമാനികളെ അതിനുള്ള മറുപടി പറയുന്നത് ആരാണെന്നറിയുമോ? സപ്തവാനങ്ങൾക്കപ്പുറത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞു വിടുകയാണ്. യൂഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. സൂറത്തുൽ ഇൻസാനിലെ 7 മുതൽ തുടങ്ങുന്നതായ ആയത്ത് ഇവർക്ക് വേണ്ടി അല്ലാഹു തആല സംസാരിച്ചതാണ്. നബിയെ, ഇവരുടെ സ്വഭാവം എന്താണെന്നറിയോ നബിയെ? യൂഫൂന ബിന്നദർ. ഇവർ അല്ലാഹുവിനോട് ചെയ്ത നേർച്ച ഇവർ പൂർത്തീകരിച്ചവരാണ് നബിയെ. വയഖാഫൂന, ഇവർ ഭയന്നിട്ടുണ്ട്. നോമ്പെടുത്തു എന്ന് മാത്രമല്ല, യഖാഫൂന, ഇവർ ഭയക്കുകയും ചെയ്തിട്ടുണ്ട്. യൗമൻ കാന ശർറുഹു മുസ്തതീറ. പടർന്നു പിടിക്കുന്നതായ ഷർറുള്ളതായ ഖിയാമത്ത് നാളിന്റെ ഉപദ്രവത്തെ കുറിച്ച് ഇവർക്ക് ഭയമുണ്ട്. അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇവർ ഭക്ഷണം കൊടുത്തു. വയുത്ഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. സൂറത്തുൽ ഇൻസാൻ 8-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, വയുത്ഇമൂന തആമ, ഇവർക്കുള്ള ഭക്ഷണം അവർ കൊടുത്തു നബിയെ. അലാ ഹുബ്ബിഹി, ഭക്ഷണത്തോടുള്ള ഇഷ്ടമുണ്ടായിരിക്കെ തന്നെ ഇവർ ഭക്ഷണം കൊടുത്തു നബിയെ. ആർക്ക്? മിസ്കീനൻ, സാധുവിനെ, വയതീമൻ, അനാഥന്, വഅസീറ, സത്യത്തിന് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ ജയിലിലടക്കപ്പെട്ട ആൾക്കും വേണ്ടി ഇവരുടെ വേണ്ടിയുള്ള ഭക്ഷണം ഇവർ ഒഴിവാക്കി നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ബഹുമാനികളെ, സ്വർഗീയ നേതാക്കളായ ഇവരെല്ലാം എങ്ങനെയാണ് സ്വർഗത്തിന്റെ നേതാക്കളായിട്ട് മാറിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചെയ്യേണ്ട കാര്യം നേർച്ച അവർ വീടുന്നതിനോടൊപ്പം തന്നെ സൃഷ്ടികളിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ ഉണ്ടെന്നറിഞ്ഞപ്പോ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെന്നറിഞ്ഞപ്പോ അവർ സ്വന്തം പ്രയാസങ്ങളെല്ലാം മറന്നുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അതാണ് ആമുഖമായിട്ട് ഞാൻ ഓതിവെച്ചതായ ഒരു ഹദീസ്. ഇന്ന ലില്ലാഹി ഇബാദ, അല്ലാഹുവിന് കുറെ അടിമകളുണ്ട്. ഖുലിഖഹും ലിഹവായിജിൻ നാസ്, അവരെ സൃഷ്ടിച്ചേക്കുന്നത് തന്നെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നതിന് വേണ്ടിയാണ് അല്ലാഹു തആല സൃഷ്ടിച്ചേക്കുന്നത്. ഉലൈക ഹുമുൽ ആമിനൂന മിൻ അദാബില്ലാഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അദാബിൽ നിന്നും അവർ സുരക്ഷിതരായിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചതാണ്. ബഹുമാനികളെ, ഈ വിഷയം ഞാൻ ഇവിടെ ചുരുക്കുകയാണ്. നമ്മളിപ്പോ 2-3 ആഴ്ചകളിലായിട്ട് ഒരേ വിഷയമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താന്ന് ഓർമ്മയുണ്ടോ? അള്ളാഹുവിന്റെ ചര്യ, മറ്റുള്ളവരുടെ ന്യൂനതകൾ മറച്ചു വെക്കുക എന്നത് അത് നമ്മിൽ ഉണ്ടാകണം. രണ്ടാമത്തത് ഹുസ്നുൽ മുആമലത്ത്, എല്ലാവരോടും നാം നല്ല നിലയിൽ ഇടപെടണം. അത് അംബിയാ മുർസലുകളുടെ ചര്യയാണ്. ഇനി 3-മതൊരു ചര്യ കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ആഴ്ചയിൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, എല്ലാവരോടും നല്ല നിലയിൽ ഇടപെടുക എന്നത് ഈ സാഹചര്യത്തിൽ വളരെയധികം അനുപേക്ഷണീയമായ കാര്യമാണ്. എല്ലാവരോടും നല്ല നിലയിൽ ഇടപെടാൻ പാടുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരന്റെ അടുത്ത് ചോദിച്ചു, നമ്മുടെ മഹലിൽ നിന്ന് തന്നെ ഒരു സഹോദരി ചോദിച്ചു, ഉസ്താദേ, എന്താണ് മലക്ക് പോകുന്ന സ്ഥലം? ശബരിമലയിൽ നിന്നും വരുന്ന ഞങ്ങളുടെ അയൽവാസികൾ എന്തൊക്കെയോ വിഭവസമൃദ്ധമായ എന്തൊക്കെയോ ഭക്ഷണം ഞങ്ങൾക്ക് തരുന്നുണ്ട്, അത് വാങ്ങണോ വേണ്ടയോ? ബഹുമാനികളെ, എവിടെ നിന്നാണ് ഈ ചോദ്യം തന്നെ വരുന്നത്? അയൽവാസികളുമായിട്ട് നമുക്ക് വലിയ ബാധ്യതയുണ്ട്, കടപ്പാടുണ്ട്. പ്രത്യേകിച്ച് ഈ സാമൂഹിക അന്തരീക്ഷത്തിൽ അവർക്ക് വിഷമമുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന ഒരു സംസാരവും സമീപനവും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല.
കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അവർക്ക് വിഷമം ഉണ്ടാക്കാൻ പാടില്ല. എന്ത് തന്നാലും നമ്മൾ സ്വീകരിക്കണം, സന്തോഷത്തോടുകൂടെ തന്നെ സ്വീകരിക്കണം. എന്ത് ഒരാൾക്കും ഒരു പ്രയാസവും നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം? വിശുദ്ധ ഖുർആൻ ശരീഫും ഹദീസും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. മനുഷ്യത്വത്തെ നാം മാനിക്കണം. മനുഷ്യത്വത്തെ മാനിക്കാത്ത ഒരാൾക്ക് നല്ലൊരു മുസ്ലിം ആകാൻ കഴിയില്ലെന്നുള്ളതല്ലേ? മനുഷ്യത്വത്തെ നാം മാനിക്കണം. എല്ലാവരും നല്ല നിലയിൽ ഇടപെടണം എന്നുള്ളതാണ്. ഇപ്പോ വഖഫിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നമുക്കറിയാലോ, ഡിസംബർ 6, ഇന്ന് ഡിസംബർ 4, 5, 6. ഡിസംബർ 6 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിൽ നിന്നും ഒരിക്കലും മായാൻ പാടില്ലാത്ത കാര്യമാണ്. ഡിസംബർ 6 1992 ഡിസംബർ 6 സംഭവിച്ചത്. അതൊരു വിഷയമാക്കി സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഡിസംബർ 6 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർത്തത് എന്തിനു വേണ്ടിയാ? വഖഫ് പരമായിട്ടുള്ളതായ രേഖകൾ ഇല്ലാത്തതിന്റെ പേരിലാണോ? അല്ല. ഇന്ന് വഖഫിന്റെ രേഖകൾ തയ്യാറാക്കണമെന്ന് പറഞ്ഞിട്ട് പോലും നമുക്കൊന്നും കുലുക്കമില്ല. അൽഹംദുലില്ലാഹ്, നമ്മുടെ മഹലിലെ ജമാഅത്ത് കമ്മിറ്റി അത് വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അവരെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ. ബഹുമാനികളെ, വഖഫിന്റെ രേഖകൾ ശരിയാകാത്തതിന്റെ പേരിലല്ല അന്ന് ബാബരി മസ്ജിദ് തകർത്തിട്ടുള്ളത്. ഫൈസാബാദ് ജില്ലയിലെ സുന്നി വഖഫ് ബോർഡിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥാപനമായിരുന്നു. എന്നിട്ട് പോലും പല കുതന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് തകർത്തു. എന്നാൽ വഖഫ് ചെയ്യാത്തൊരവസ്ഥയാണ് നമ്മുടെ പള്ളികളിലെങ്കിലോ അപകടകരമായ കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും ചുറ്റുപാടിലും നമ്മുടെ സമീപനങ്ങൾ എങ്ങനെയായിരിക്കണം? എല്ലാവരോടും നല്ല നിലയിൽ ആയിരിക്കണം. അത് അംബിയ മുർസലുകളുടെ സമീപനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തതാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും എന്നല്ലേ അല്ലാഹു തആല പറഞ്ഞത്. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് എല്ലാവരോടും നിങ്ങൾ സൗമ്യമായി ഇടപെടണം എന്നതാണ് അല്ലാഹു തആല അംബിയ മുർസലുകളോട് കൽപ്പിച്ചത്. ആ ഒരു സമീപനം തന്നെയായിരിക്കണം നമുക്കും ഉണ്ടാകേണ്ടത്. ആ ഒരു നല്ല സ്വഭാവം സ്വായത്തമാക്കാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനികളെ, കഴിഞ്ഞ ആഴ്ച ബഹുമാന്യനായ പ്രസിഡന്റ് അവറുകൾ നമ്മളോട് അറിയിച്ചത് പ്രകാരം 2ാം വാർഷിക ജനറൽ ബോഡി 7/12/2025 ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് 9 മണിക്ക് മദ്രസ ഹാളിൽ നടത്തപ്പെടുന്നതാണ്. നമ്മുടെ മഹല്ലിന്റെ വാർഷിക ജനറൽ ബോഡിയാണ്. മഹല്ലിന്റെ വാർഷിക ജനറൽ ബോഡിക്ക് അധികവും ആളുകളെ കാണാറില്ല. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് ആളുകൾ ചിന്തിക്കുന്നത് കൊണ്ടാണോ? ബഹുമാനികളെ, ഗൗരവത്തിലെടുക്കേണ്ടതാണ്. നമ്മുടെ മഹല്ലിന്റെ വിഷയങ്ങൾ നാളെ അല്ലാഹു തആല നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ്. എന്തെല്ലാം അഭിപ്രായങ്ങൾ പറയേണ്ടതുണ്ടോ അതെല്ലാം കമ്മിറ്റിയോട് നമുക്ക് പറയേണ്ടതും നമുക്ക് വേണ്ട കാര്യങ്ങൾ അവരോട് നിർദ്ദേശിക്കേണ്ടതുമായ സാഹചര്യങ്ങളാണ്. അതൊക്കെ നാം നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. ഒരു സഹോദരൻ തൊഴിലിൽ പുരോഗതി ഉണ്ടാകാൻ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മറ്റൊരു സഹോദരൻ പാലക്കാട് ജില്ലയിലെ കോയക്കുട്ടി എന്നറിയപ്പെടുന്ന ഒരു സഹോദരൻ നമുക്ക് പള്ളിയിലേക്ക് 25 ചാക്ക് സിമന്റ് ഓഫർ നൽകി. കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രസിഡന്റ് അവറുകൾ അതുപോലെ തന്നെ ഞാനും പറഞ്ഞിരുന്നു നമ്മുടെ പള്ളിയുടെ പണിയുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ ജുമാക്ക് വന്നിരുന്ന ഒരു സഹോദരനാണ്, പാലക്കാട് ജില്ലയിലുള്ള ഒരു സഹോദരൻ. എലൈറ്റ് ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് അവരുടെ മകളുടെ ചികിത്സാർത്ഥം. പള്ളി പണിയാണ്, അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോയതിനു ശേഷം ഡോറിൽ നിന്നും നമ്പർ എടുത്ത് കൊണ്ടുപോയി എന്നെ വിളിച്ചു. ഉസ്താദെ, അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി 25 ചാക്ക് ഞാനിതാ ഓഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നൽകി. അൽഹംദുലില്ലാ, അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആ സഹോദരന്റെ സ്വതക്ക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ആമീൻ പറയൂ, ആത്മാർത്ഥതയോടുകൂടെ ആമീൻ പറയൂ. അവർക്ക് വേണ്ടി നാം ആമീൻ പറയുമ്പോൾ അള്ളാഹുവിന്റെ മലക്ക് നമുക്ക് വേണ്ടി ദ്വാരക്കുമെന്നാണ്. അള്ളാഹു തആല സ്വതക്ക സ്വീകരിക്കുമാറാകട്ടെ, ഹദിയ സ്വീകരിക്കുമാറാകട്ടെ, അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. കുടുംബത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വിദേശത്തുള്ള ജോലിയിൽ അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. എന്തെല്ലാം നിഅമത്തുകൾ നൽകിയിട്ടുണ്ട് അതിലെല്ലാം അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ അതെല്ലാം അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. വലുതും ചെറുതുമായ ഒരുപാട് ഹദിയകൾ പള്ളിയിലേക്ക് നൽകിയിട്ടുണ്ട്, അതെല്ലാം അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. തൊഴിലിൽ പുരോഗതി ഉണ്ടാകാൻ ഒരു സഹോദരൻ ദുആ ചെയ്യണം. അല്ലാഹു തആല സഹോദരന്റെ തൊഴിലിൽ പുരോഗതി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ-റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ അമലുകളെല്ലാം നീ കബൂലാക്കണം റഹ്മാനെ.
അള്ളാഹുവെ നിന്റെ ഇഷ്ടം സമ്പാദിച്ച നല്ല അടിമകളുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും സംസാരങ്ങളിലുമുള്ള വൈകല്യങ്ങളെ നീ മാറ്റി അള്ളാഹുവെ നീ ഇഷ്ടപ്പെടുന്ന നിലയിലായിട്ട് പരിവർത്തിപ്പെടുത്തണം തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം റഹ്മാനെ. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ഉപജീവന മാർഗങ്ങളിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. എന്തെല്ലാം നിഅമത്തുകൾ ഞങ്ങൾക്ക് നീ നൽകിയിട്ടുണ്ട് അതിലെല്ലാം നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിലും ബന്ധപ്പെട്ടവരിലും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരിലും പലവിധ ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട് റഹ്മാനായ നാഥ. എല്ലാവർക്കും നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. അള്ളാഹുവെ ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ജോലി നൽകണം റഹ്മാനെ. അള്ളാഹുവെ വീടില്ലാത്തവർക്ക്